എല്ലാവർക്കും ലേഡി പോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്നറിയോ? നമ്മളിന്നൊരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മതി. അതെന്തൊക്കെയാണെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് ചുക്കാണ് കേട്ടോ. ചുക്ക് എല്ലാവർക്കും അറിയില്ലേ? ഇഞ്ചി ഉണങ്ങിയിട്ട് ഉള്ളതാണ്. അത് നമ്മൾ ചുക്ക് എന്നാണല്ലോ പറയുക. ചുക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും ചുക്ക് എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ടുള്ള പൗഡറും വേണം. കുറച്ചൊരു ഗ്രാനുവൽസ് പോലെ നിന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് വേഗം പോയി പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തരിച്ചെടുക്കുക നന്നായിട്ട്. നല്ല ഫൈൻ പൗഡറും വേണം, അതേപോലെ തന്നെ കുറച്ച് ഗ്രാനുവൽസും വേണം. പിന്നെ നമുക്ക് പൊടിച്ചെടുക്കേണ്ട വേറൊരു സാധനമാണ് കുരുമുളക്. അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കേണ്ട സാധനങ്ങൾ കുരുമുളകും അതേപോലെ ചുക്കും മാത്രമാണ്. അപ്പോൾ രണ്ടും പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മഞ്ഞളിൻ്റെ പൊടിയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര മാത്രം എടുത്താൽ മതി. കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചിട്ട് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി, നല്ല ഫൈനായിട്ടുള്ള പൊടി ചേർത്താൽ മതി. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് മാത്രം ചേർത്താൽ മതി. കാരണം നമ്മുടെ ചുക്കും കൂടി ഇതിലേക്ക് ചേർക്കും. അപ്പോൾ ചുക്കിൽ ഓൾറെഡി എരിവുണ്ട്. കുരുമുളകും എരിവാണല്ലോ, അപ്പോൾ ഭയങ്കരമായിട്ടുള്ള എരിവായി പോവും. അപ്പോൾ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇതാണ് ഞാൻ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള ചുക്ക് കേട്ടോ. ഫൈനായിട്ടുള്ള പൗഡറുണ്ട്, അതേപോലെ കുറച്ച് ഗ്രാനുവൽസ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മൂന്നും കൂടെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചുക്ക് പൊടി, ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നന്നാക്കിയിട്ട് മൂന്ന് സാധനം കൂടി നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് തേനാണ് കേട്ടോ. നമ്മുടെ നാച്ചുറലായിട്ടുള്ള തേനില്ലേ, എന്താ പറയുക, വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തേനായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തേനാണ്. അതുകൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ തേൻ, അതായത് ഇതൊരു എന്താ പറയുക, ലേഹ്യമൊക്കെ ഇല്ലേ, അതേപോലെ കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടണം, അതേപോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തേൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. നമ്മൾ ഈ ഒരു മിക്സിലേക്ക് തേൻ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ്. ഇനി ഇതിൻ്റെ കുറച്ച് ഗുണങ്ങളുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാച്ചുറൽ ആൻറ്റിബയോട്ടിക് ആണിത്. നമുക്ക് പനി, ജലദോഷം, ചുമ, തലവേദന അല്ലെങ്കിൽ വയറുവേദന എന്നിവ മാറാനൊക്കെ ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ചുമയ്ക്കൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ടീസ്പൂൺ എടുത്തിട്ട് കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമുക്കും എല്ലാവർക്കും കഴിക്കാം. ഡെയിലി ഒരു നേരം വെച്ചിട്ട് നമുക്ക് ഈ ഒരു മിക്സ് ഉണ്ടാക്കി കഴിക്കാം. നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്നതല്ലോ, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഡെയിലി ഒരു നേരം കഴിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ബാക്ടീരിയൽ ആണ്. നല്ല സ്ട്രെങ്ത്ത് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പവർഫുൾ ആൻറ്റിബയോട്ടിക് ആണ്. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള വേറെ നമ്മളൊരു പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മിക്സിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു എരിവും മധുരവും എല്ലാം കൂടി, ചുക്കിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി ആയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും വേറൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.